സോളിഡ് സ്റ്റേറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, അമോർഫസ് സോളിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മുടെ പഠനം. അമോർഫസ് സോളിഡ്സിനെ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തു. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഉള്ള പാർട്ടിക്കിൾസ് ആരാണ്? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി പാർട്ടിക്കിൾ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ ആറ്റമാണോ, മോളിക്യൂളാണോ, അയോണാണോ? അതേപോലെ ആ പാർട്ടിക്കിൾ തമ്മിലുള്ള ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ്, അതിൻ്റെ നേച്ചർ എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തു. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു classification of crystalline solids. Classification of crystalline solids. Okay, നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് നമുക്കൊരു ടേബിൾ ഫോമിൽ പറയാം, അപ്പോൾ കുറച്ചുകൂടി ഈസി ആവും. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ എന്ന് ആദ്യം മനസ്സിലാക്കുക. ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആൻഡ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ബിറ്റ്വീൻ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോ നമുക്കൊരു ടേബിളായി പറയാം. ഒന്നാമത്തെ കോളത്തിൽ ടൈപ്പ് ഓഫ് സോളിഡ്, ടൈപ്പ് ഓഫ് സോളിഡ്, ആ സോളിഡിന്റെ പേര്. രണ്ടാമത്തെ കോളത്തിൽ ഏതാണ് അതിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ? ആറ്റമാണോ, മോളിക്യൂളാണോ, അയോണാണോ എന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ. ഓക്കെ, മൂന്നാമത്തെ കോളത്തിൽ ഏത് ടൈപ്പിലുള്ള ഫോഴ്സ് ആണ്? നേച്ചർ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ്, നേച്ചർ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ്. അടുത്ത കോളത്തിൽ നമുക്ക് പറയാനുള്ളത് അതിന്റെ പ്രോപ്പർട്ടീസ്, പ്രത്യേകതകൾ. ആ ലാസ്റ്റ് കോളത്തില് എക്സാമ്പിൾ, എക്സാമ്പിൾ. ഓക്കെ, ഓരോന്നായിട്ട് പറയാം. ഞാൻ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം വായിക്കുക, ഒന്ന് ശ്രദ്ധിച്ചോണം. ഒന്നാമത്തത് മോളിക്കുലാർ സോളിഡ്സ് എന്നാണ്. ഒന്നാമത്തത് മോളിക്കുലാർ സോളിഡ്സ്, മോളിക്കുലാർ സോളിഡ്സ്. പേര് തന്നെ ഉണ്ട്. എന്തായിരിക്കും അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്? ഷുവർലി അത് മോളിക്യൂൾസ് ആണ്. എന്താണ്? മോളിക്യൂൾസ് ആണ് അതിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായ സോളിഡ്സ്. ഇത് മൂന്ന് ടൈപ്പിലുണ്ട്. ആ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നത് സോളിഡ്സിൽ, ചില സോളിഡ്സിൽ ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കില്ല വേറൊന്നില്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. അപ്പൊ അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിലെ വ്യത്യാസം അനുസരിച്ചിട്ട് അത് മൂന്ന് ടൈപ്പിലുണ്ട്. നോൺ പോളാറ്, നോൺ പോളാറ്, പോളാറ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ്. ഹൈഡ്രജൻ ബോണ്ട്. മൂന്നിലും മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോ നോൺ പോളാറിൽ, നോൺ പോളാർ ശ്രദ്ധിക്കണം, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് നമുക്ക് അങ്ങനെ പറയാം. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. പെർമനന്റ് ആയിട്ട് പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾസ് ആണ്. അപ്പൊ എങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ് നോൺ പോളാർ മോളിക്യൂൾസ്? ഹോമോ ആറ്റോമിക്, ഡയാറ്റോമിക് മോളിക്യൂൾസ്. ഒരേ ആറ്റം, ഒരേ ടൈപ്പിലുള്ള ആറ്റങ്ങളുള്ള ഡയാറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സോളിഡ് ഹൈഡ്രജൻ, സോളിഡ് അയോഡിൻ, പിന്നെയോ സോളിഡ് ക്ലോറിൻ. ഇനി ഹോമോ ആറ്റോമിക് അല്ലാത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് CCl4 ഡൈപോൾ മൊമെന്റ് 0 ആണ്. പെർമനന്റ് പൊളാരിറ്റി ഇല്ല. ഇതിന് പൊളാരിറ്റി ഇല്ല, ഇത് പൊളാരിറ്റി ഇല്ല, ഇതിന് പൊളാരിറ്റി ഇല്ല. അറിയാലോ, ഡയാറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഇല്ല, പൊളാരിറ്റി ഇല്ല. CO2 ആണെങ്കിലോ
CO2 രണ്ട് ബോണ്ട് ഓർമ്മയില്ലേ? ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റിന് ഓപ്പോസിറ്റ് ആണ് ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റ്. രണ്ടും ക്യാൻസൽ ആയി. ഓക്കെ, അപ്പോ പെർമനന്റ് ആയിട്ട് പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ അവർക്കിടയിലുള്ള ഇത് സോളിഡ് ആവണം. സോളിഡ് ഹൈഡ്രജൻ ഇതെല്ലാം ഗ്യാസ് ആണ്. ആക്ച്വലി ഇത് ഗ്യാസ് ആണ്. അതിനെ സോളിഡ് ആക്കണം. സോളിഡ് ഹൈഡ്രജൻ, സോളിഡ് അയഡിൻ, സോളിഡ് ക്ലോറിൻ, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഇസ് ഡ്രൈ ഐസ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ പേരാണ് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്. അതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. അപ്പൊ അവർ പരസ്പരം ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? അതെന്താണ്? വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സ്, ലോൺഡോൺ ഡിസ്പേർഷൻ ഫോഴ്സസ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണിത്. ലോൺഡോൺ ഡിസ്പേർഷൻ ഫോഴ്സസ്. ആ സോളിഡ്സിൽ അവരെ പരസ്പരം ചേർത്ത് നിൽക്കുന്ന വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സസ് ആണ് ഇത്. ഒരു ടൈപ്പിലുള്ള വാൻ ഡെർ വാൾ ഫോഴ്സ് ആണ് ലോൺഡോൺ ഡിസ്പേർഷൻ ഫോഴ്സസ്. ഓക്കെ, അപ്പോ പിന്നെ ഫോഴ്സ് വളരെ വീക്ക് ആയത് കൊണ്ട് തന്നെ ഇത്തരം സോളിഡ്സ് സോഫ്റ്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. സോഫ്റ്റ്, വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ചാർജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഇൻസുലേറ്റർ ആണ്. എന്താണ്? ഇൻസുലേറ്റർ. അതാണ് ഇതിന്റെ പോയിന്റ്. ഇനി പോളാർ എങ്ങനെ വായിക്കണം? പോളാർ മോളിക്കുലർ സോളിഡ്സ്. അപ്പൊ എന്തായിരിക്കും അതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്? പോളാർ മോളിക്യൂൾസ്, പെർമനന്റ് ആയിട്ട് പൊളാരിറ്റി ഉള്ള മോളിക്യൂൾസ്. എക്സാമ്പിൾ HCl പെർമനന്റ് പൊളാരിറ്റി ഉള്ളതാണ്. ഓക്കെ, അതെന്താണ്? അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് വരാം. അപ്പൊ അവിടെ എന്താ? ഇതാണ് ഒരു HCl മോളിക്യൂൾ എന്ന് വിചാരിക്കുക. HCl ഇവിടെ എന്താണ്? നെഗറ്റീവ് എൻഡ്, പോസിറ്റീവ് എൻഡ്. അപ്പൊ എന്താവും? ഈ നെഗറ്റീവ് എൻഡും പോസിറ്റീവ് എൻഡും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അതിന്റെ പേരെന്താ? ഡൈപോൾ ഇന്ററാക്ഷൻ. സോ ഹിയർ ദി attractive force, nature of the attractive force is dipole interaction. ഓക്കെ, പക്ഷെ അത് വീക്ക് തന്നെയാണ്. ഫോഴ്സ് വീക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് സോഫ്റ്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഇത് ലോൺഡോൺ ഡിസ്പേർഷൻ ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആണ്. വളരെ സ്ട്രോങ് ഒന്നും അല്ല. അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് വളരെ സ്ലോ അല്ല, ലോ മെൽറ്റിംഗ് പോയിന്റ്. ഇതിന്റെ അത്ര അതിനേക്കാളും കുറച്ച് കൂടുതലാണ് ലോ മെൽറ്റിംഗ് പോയിന്റ്. പക്ഷെ ഇൻസുലേറ്റർ ആണ്. ഫ്രീ ആയിട്ടുള്ള ചാർജ് ഇല്ല. മൂവ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള ചാർജ് ഇല്ലാത്തതുകൊണ്ട് അത് ഇൻസുലേറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. അപ്പൊ അത് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആരായിരിക്കും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾസ്. എക്സാമ്പിൾ സോളിഡ് ആയിട്ടുള്ള H2O, ഐസ്, NH3. അവിടെ എന്താണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? H2O ഐസ് ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഓക്കെ, H2O മോളിക്യൂള് എന്താകുന്നു? ഒരു H2O മോളിക്യൂള് മറ്റൊരു H2O മോളിക്യൂളുമായിട്ട് ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിനാൽ ബൗണ്ട് ചെയ്യപ്പെടുന്നു, ബന്ധിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഓരോ പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഓരോ H2O മോളിക്യൂളും തൊട്ടടുത്തുള്ള 4 H2O മോളിക്യൂളുമായിട്ട് എന്താ പറയുക, ഹൈഡ്രജൻ ബോണ്ട് വഴി ബന്ധിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഫോം ചെയ്യും. ഓക്കെ, അപ്പോ ഇവിടെ ഓരോ പിന്നെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഓരോ മോളിക്യൂളിനെ മറ്റൊരു മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് ആരാണ്? അത് ഹൈഡ്രജൻ ബോണ്ടാണ്. സോ in nature of the attractive force is hydrogen bond. Hydrogen bond is one of the strong bond. So the solid is hard. Okay, melting point ഒരുപാട് കൂടുതലാണെന്ന് പറയാൻ പറ്റൂല. ലോ മെൽറ്റിംഗ് പോയിന്റ് പിന്നെ ഇൻസുലേറ്റർ ആണ്. സാധാരണ രീതിയിൽ അതിൽ കൂടി കറണ്ട് പോകില്ല. So this is the first type of crystalline solids, molecular solids. അതിൽ മൂന്ന് ടൈപ്പ് അല്ലേ? 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണല്ലോ ഇവിടെ കുഞ്ഞോളെ. അടുത്തത് രണ്ടാമത്തത് അയോണിക് സോളിഡ്സ് എന്നാണ്. അയോണിക് സോളിഡ്സ് തീർച്ചയായിട്ടും അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ നിസ്സംശയം പറയാമത് അയോൺസ് ആണ്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉള്ള അയോൺസ് ആയിരിക്കും അയോണിക് സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ അയോണിക് ആയിട്ടുള്ളത് NaCl എക്സാമ്പിൾ
NaCl Na പ്ലസ് അയോണും Cl മൈനസ് അയോൺസും അതിന്റെ ക്രിസ്റ്റലിൽ സോളിഡ്സിൽ എന്താ പറയുക പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും പരസ്പരം ബൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാൽഷ്യം ക്ലോറൈഡ്, മാഗ്നീഷ്യം ക്ലോറൈഡ് എക്സെട്ര. അപ്പൊ പോസിറ്റീവ് ചാർജിനെയും നെഗറ്റീവ് ചാർജിനെയും ബൗണ്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഷുവർലി അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ which is a strong force. അതുകൊണ്ട് തന്നെ ആ സോളിഡ്സ് എന്താണ്? അത് സ്ട്രോങ് ആണ്, സ്ട്രോങ് ആണ്. ഓക്കെ, പെട്ടെന്നൊന്നും അങ്ങനെ ഒരുക്കാൻ പറ്റൂല. മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. സോളിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതിലെ കൂടി കറണ്ട് പോകാനാ. ചാർജ് ഉണ്ട് എങ്കിലും സോളിഡ് സ്റ്റേറ്റിൽ കറണ്ട് പോകാനാ. കാരണം എന്താ അറിയോ? ഈ ചാർജ് സോളിഡ് സ്റ്റേറ്റിൽ ഒഴുകുന്നില്ല, ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ചാർജ് ഉണ്ടെങ്കിലേ കറണ്ട് പോകത്തുള്ളൂ. അതേസമയത്തിന് നമ്മൾ വെള്ളത്തിലിടാണെങ്കിൽ ഈ ചാർജുകൾ സെപ്പറേറ്റ് ആവും, അല്ലെങ്കിൽ ഉരുക്കുകയാണെങ്കിൽ അത് ചാർജുകൾ സെപ്പറേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ലിക്വിഡ് സ്റ്റേറ്റ്, അതായത് മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് ഫോമിലും കണ്ടക്ടർ ആണ്, അല്ലാത്ത സമയത്ത് എന്താണ്? ഇൻസുലേറ്റർ ആണ്. സോ insulator in solid state but act as conductor in molten state and in aqueous state. ക്ലിയർ ആണോ? പിന്നെ ഇത് ബ്രിട്ടിലാണ്, പൊട്ടിപ്പോകുന്നതാണ്, ബ്രിട്ടിലാണ്, മാലബിൾ അല്ല, ഡക്റ്റൈൽ അല്ല. നമ്മൾ എന്താ പറയുക, പ്രഷർ അപ്ലൈ ചെയ്ത് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. ഓക്കെ, അപ്പൊ അയോണിക് സോളിഡ്സ് ക്ലിയർ ആയി. അയോണിക് സോളിഡ്സിൽ അയോൺസ് ആണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അട്രാക്റ്റീവ് ഫോഴ്സ്. കാരണം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെയാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് വരാനുള്ള കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സ്, അയോണിക് സോളിഡ്സ് കാര്യം ക്ലിയർ ആയി കഴിഞ്ഞല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അടുത്തേക്ക് പോവാണ് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ, അത് പറയാൻ എനിക്ക് എക്സാമ്പിൾ പറയാം. എല്ലാ മെറ്റൽസും, ഓൾ മെറ്റൽസ്. ഒരു എക്സാമ്പിൾ എടുത്താൽ കോപ്പർ. കോപ്പറിന്റെ ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ അതിൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്ത് പറയും? കോപ്പർ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ ആറ്റങ്ങൾ, അല്ലേ? കോപ്പർ എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആരാ? കോപ്പർ ആറ്റങ്ങൾ. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. അത് എങ്ങനെയുള്ളതെന്ന് അറിയാവോ? ഈ മെറ്റലിന്റെ പ്രത്യേകത എന്താ? മെറ്റലിലെ ആറ്റങ്ങളെല്ലാം സൈസ് കൂടിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ലാസ്റ്റ് ഷെല്ലിന്റെ മുകളിൽ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായി. അപ്പൊ ആ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരും. അപ്പൊ എന്താവും? ആറ്റം അയോണൈസ്ഡ് സ്റ്റേറ്റിൽ ഉണ്ടാവും. ഒരു ഇലക്ട്രോൺ പുറത്ത് വന്നിട്ടുണ്ടാവും, ഫ്രീ ഇലക്ട്രോൺ എന്ന് അതിനെ പറയുക. അങ്ങനെ ഒരുപാട് ആറ്റങ്ങൾ ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് പോസിറ്റീവ് അയോണുകളായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓരോന്നിൽ നിന്നും, ഓരോ ആറ്റത്തിൽ നിന്നും ഒന്നോ രണ്ടോ ഇലക്ട്രോണുകൾ, അത് അതിന്റെ സൈസ് പോലെ ഉണ്ടാവും, പുറത്ത് വരും. അപ്പൊ ഇതെങ്ങനെ? ഈ ഇലക്ട്രോണിന്റെ പ്രത്യേകത എന്താ അറിയാം? ഇലക്ട്രോണുകൾക്ക് സൈസ് കുറവായതുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണുകൾക്ക് സൈസ് കുറവായതുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ ഇതിലെ കൂടി ഒഴുകി നടക്കും. അപ്പൊ നമ്മൾ അതിന് പറഞ്ഞ പേരാണ് സീ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസിന്റെ കടൽ. ആ സീ ഓഫ് ഇലക്ട്രോൺസിന് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നു. ഓക്കെ, ആ പോസിറ്റീവ് ചാർജുള്ള അയോണുകളുടെ കൂട്ടത്തിൽ പറഞ്ഞ പേരാണ് കേർണൽ. കേർണൽ. അപ്പൊ എന്താണ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അയോൺസ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ അല്ല, കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആരാണ്? അത് പോസിറ്റീവ് അയോൺസ് വിത്ത് ഇലക്ട്രോൺസ്. പോസിറ്റീവ് അയോൺസ് വിത്ത് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോൺസുമാണ് അതിൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. അല്ലാതെ ആറ്റമായിട്ടല്ല, ന്യൂട്രൽ ആറ്റമായിട്ടല്ല അതിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു പ്രശ്നം വരും. ഈ പോസിറ്റീവ് ചാർജ് തമ്മിൽ റിപ്പൾഷൻ വരൂലേ? അടുത്തടുത്തുള്ള പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ റിപ്പൾഷൻ വരൂലേ? ഇല്ല. എന്താ അറിയാവോ? ഇപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. ഇതിന്റെ ഉള്ളിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു ഇലക്ട്രോൺ ഇതിനെ കൂടി ഇങ്ങനെ പോകുന്നെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ അട്രാക്ഷനിൽ ഈ പോസിറ്റീവ് ചാർജ് മെല്ലെ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇതിന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതായത് റിപ്പൽ ചെയ്യേണ്ട പോസിറ്റീവ് ചാർജ് പരസ്പരം അട്രാക്ട് ചെയ്യും. കുറെ ദൂരത്തേക്ക് വരും, അപ്പോഴേക്ക് ഇലക്ട്രോൺ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. അതായത് ഈ ഇലക്ട്രോണിന്റെ സഹായത്തിനാൽ പോസിറ്റീവ് ചാർജുകൾ അതിന്റെ സ്ഥലത്ത് ഫിക്സഡ് ആണ്, ബൈൻഡഡ് ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും പോസിറ്റീവ് ചാർജുള്ള അയോൺസും തമ്മിലുള്ള ഒരു ഫോഴ്സ് ആണ് ആക്ച്വലി ആ മെറ്റൽസിന്റെ എക്സിസ്റ്റൻസിന് കാരണം.
ഓക്കെ, അപ്പോൾ ആ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ പറയുന്ന പേരാണ് മെറ്റാലിക് ബോണ്ട്. മെറ്റാലിക് ബോണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ പോസിറ്റീവ് ചാർജുള്ള കർണലും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ സിയും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്ത്? മെറ്റാലിക് ബോണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിന്റെ പിന്നെന്താ പറയാ പ്രോപ്പർട്ടീസ് പറയാം. എന്താണ്? വളരെ സ്ട്രോങ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് അത് കൂടുതലാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, കാരണം ഹാർഡാണ്, ഇത് ഹാർഡായതുകൊണ്ട് സ്ട്രോങ് ഈസ് വിച്ച് ഇസ് ഹാർഡ്. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പറയുന്നെങ്കിലോ എപ്പോൾ നോക്കിയാലും ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഏത് സ്റ്റേറ്റിലും അതെന്താണ്, ഏത് അവസ്ഥയിലും അതെന്താണ്, അത് കണ്ടക്ടർ ആണ്, ഗുഡ് കണ്ടക്ടർ ആണ്. ബ്രിറ്റിലല്ല, മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. ഇത് ബ്രിറ്റിലാണ്, പക്ഷെ ഇത് മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. അപ്പൊ നമ്മൾ 3 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വൺ കോവാലന്റ് സോളിഡ്സ്. കോവാലന്റ് സോളിഡ്സ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. കോവാലന്റ് സോളിഡ്സ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. ഇവിടത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് മോളിക്യൂൾസ് അല്ല, കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആണ് ആറ്റംസ്. ഏത് ആറ്റംസ്? മെറ്റൽ അല്ലാത്ത ആറ്റംസ്, നോൺ മെറ്റൽ ആറ്റംസ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്. ഇവിടെ ആറ്റങ്ങൾ പരസ്പരം കോവാലന്റ് ബോണ്ടിനാൽ ബന്ധിതമാണ്. അതാണ് കോവാലന്റ് ബോണ്ട്. നോക്കി, ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ കാർബൺ ആറ്റങ്ങൾ പരസ്പരം കോവാലന്റ് ബോണ്ടിനാൽ ബൈൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ കാർബൺ ആറ്റത്തിന് ചുറ്റും 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാവും. ആ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉപയോഗിച്ചിട്ട് ചുറ്റുമുള്ള 4 ആൾക്കാരുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇത് വേറൊരു കാർബൺ ആണ്, അതിന്റെ കയ്യിൽ 4 എന്തുണ്ട്, sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്. 1 ഇവിടെ ബോണ്ട് ചെയ്തു, 2 3 4. ഓക്കെ, ഇനി ഇത് വേറെ ആളുമായിട്ട് ബോണ്ട് ചെയ്യുന്നു, 1 2 3 4. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് വേറെ 4 ഇതിവിടെ ബൈൻഡ് ചെയ്യും. അങ്ങനെ ഫുള്ള് നോക്കുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതുകൊണ്ട് അതിന് നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർഡാണ്, പക്ഷെ ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. എക്സെപ്ഷൻ ഉണ്ട്, മൊത്തത്തിൽ ഹാർഡാണ്, പക്ഷെ ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. ഇത് ഇൻസുലേറ്റർ ആണ്, പക്ഷെ ഗ്രാഫൈറ്റ് കണ്ടക്ടർ ആണ്. ഓക്കെ, ബ്രിറ്റിലാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതെല്ലാം കോമൺ ആണ് കേട്ടോ. ഹൈ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്, കാരണം സ്ട്രോങ് ബോണ്ടാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോ എന്തുകൊണ്ട് ഡയമണ്ട് പിന്നെ ഡയമണ്ട് സോഫ്റ്റ് ആയി, അതേപോലെ ഡയമണ്ട് അല്ല ഗ്രാഫൈറ്റ് എന്തുകൊണ്ട് സോഫ്റ്റ് ആയി, ഗ്രാഫൈറ്റ് എന്തുകൊണ്ട് കണ്ടക്ടർ ആയി? ഒരു എക്സെപ്ഷൻ ആണ് ഇതിൽ. എന്താ, കോവാലന്റ് ബോണ്ട് അല്ലേ ഉള്ളത്? അതെ, കോവാലന്റ് ബോണ്ട് തന്നെയാണ്. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറിൽ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഗ്രാഫൈറ്റിലുള്ളത് കാർബൺ ആറ്റം തന്നെയാണ്. അതിലെ കാർബൺ ആറ്റം sp2ലാണ്, sp3 അല്ല. അപ്പൊ 3 ഓർബിറ്റൽസ് ഉണ്ടാവും sp2. ആ 3 എണ്ണം ചുറ്റുപാടുള്ള 3 ആൾക്കാരുമായിട്ട് ബോണ്ട് ഉണ്ടാവും. ഇതാ ഈ 1 ഇങ്ങനെ 3 ബോണ്ട് ഉണ്ടാവും. ഓരോന്നും 3 ബോണ്ടുകൾ ഉണ്ടാവും. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ഇങ്ങനെ ഓരോന്ന് 3 ബോണ്ടുകൾ ഉണ്ടാക്കും ചുറ്റുപാടുള്ള 3 ആൾക്കാരുമായിട്ട്. അപ്പോൾ അവിടെ ഒരു ഹെക്സഗണൽ റിംഗ് പാറ്റേൺ ഫോം ചെയ്യും. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഹെക്സഗണൽ റിംഗ് പാറ്റേൺ ഫോം ചെയ്യും. ഒരു പ്ലെയിനിന് ഒരു ഹെക്സഗണൽ റിംഗ് പാറ്റേൺ ഉള്ള ഒരു പ്ലെയിൻ, അതേപോലെ താഴെ വേറൊരു പ്ലെയിൻ ഉണ്ടാവും. ഇത് കാർബൺ ബോണ്ടാണ്. ഇത് എല്ലാം കാർബൺ ബോണ്ടാണ്. ഇതേപോലുള്ള ലെയർ താഴെ ഉണ്ടാവും, അതേപോലെ ലെയർ താഴെ ഉണ്ടാവും. ഈ ഓരോ ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഓരോ ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ കാർബൺ ബോണ്ട് ലെങ്ത്തിനേക്കാൾ കൂടുതലാണ്. ഈ 2 തമ്മിലുള്ള 2 ബോണ്ടുകൾ
ഈ രണ്ട് കാർബൺ ആറ്റങ്ങളെ ബൈൻഡ് ചെയ്തിട്ടുള്ള കാർബൺ കാർബൺ ബോണ്ടിനേക്കാൾ കൂടുതലാണ് ഈ ബോണ്ട് ലെങ്ത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ വീക്കായിരിക്കും. ഒരു ലെയർ മറ്റൊരു ലെയറുമായിട്ട് ഇന്ററാക്ഷൻ വീക്കായിരിക്കും. അപ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ ഇങ്ങനെ തെന്നി നീങ്ങും. അതുകൊണ്ടാണ് സോഫ്റ്റ് ആയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക ലൂബ്രിക്കൻ്റ് കൂടിയാണ്. സോളിഡ് സ്റ്റേറ്റിലുള്ള ലൂബ്രിക്കൻ്റ് ആണ് ആര് നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. പിന്നെയോ ഇതിൽ കാർബണിന്റെ sp2 ആയതുകൊണ്ട് തന്നെ 4 ഇലക്ട്രോണിൽ ഒന്ന് ഫ്രീ ആണ്. 4 ഇലക്ട്രോണിൽ 3 ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒന്ന് ഫ്രീ ആണ്. അപ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺസ് ഇതിന്റെ ഈ ലെയറിൽ കൂടി ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ആ ഇലക്ട്രോൺസ് ആണ് ഓരോ കാർബണിൽ നിന്നും കിട്ടുന്ന ഓരോ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഫ്രീ ഇലക്ട്രോൺ ആണ് ഇതിന്റെ കണ്ടക്ഷന് കാരണം. ഓക്കെ, അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് നന്നായിട്ട് നോക്കുക. ഓക്കെ.